ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എഗ്ഗിലെ സ്പോഞ്ച് കേക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പാണ് മെഷർമെൻറ്റ് കപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം അരക്കപ്പ് തൈരാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യുന്ന മെഷീനൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു കട്ട പോലെ അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല കേട്ടോ, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, വാനില എസൻസ് ആണ് നല്ലത്. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഏലക്ക ചേർത്ത് കൊടുത്തത്. പഞ്ചസാര പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റിഫൈൻഡ് ഓയിലാണ്. 1/2 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒരിക്കലും ചേർത്ത് കൊടുക്കാൻ പാടില്ല. മണമുള്ള ഏതെണ്ണയും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ, മണമില്ലാത്ത എണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് ഫ്രഷ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസോ ഒരുപാട് കട്ടിയോ ഒന്നും ആവരുത്, ഇതുപോലെ അങ്ങനെ ചെയ്തെടുക്കണം. ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു ടിഫിനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ആ ടിഫിനിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഒരു സൈസായ ഒരു ബട്ടർ പേപ്പറാണ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബട്ടർ പേപ്പർ അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി തടവി കൊടുക്കാം കേട്ടോ, വേണമെങ്കിൽ മാത്രം, നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബട്ടർ പേപ്പർ നല്ലതുപോലെ അതിലേക്ക് അമർത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് എണ്ണയും കൂടി അതിനകത്തോട്ട് തടവി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററിയൊക്കെ ആ ടിഫിനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേവിച്ചെടുക്കുന്ന കുക്കറിലാണ്. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുക്കറിൻ്റെ അകത്തോട്ട് ഒരു കുഞ്ഞു പാത്രം ഒന്ന് കമത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ച ടിഫിനും കൂടി എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പിൻ്റെ വിസിലെടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഇറുക്കിലോ എന്തെങ്കിലും കോല് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി ഇത് വെന്തോന്ന്. എൻ്റെ 30-35 മിനിറ്റ് ആകുമ്പോഴത്തേക്കും എൻ്റെ കേക്ക് നല്ലതുപോലെ പൊന്തി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈർക്കിൽ വെച്ച് കുത്തുമ്പോൾ ഒന്നും പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് ഈ ടിഫിനൊന്ന് എടുക്കാം കേട്ടോ. അങ്ങനെ കുക്കറിനൊക്കെ എടുത്ത് വെച്ച് ഒന്ന് കേക്ക് തണുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. കുറച്ച് തണുത്തു കേട്ടോ. എല്ലാവർക്കും ഒരു വെപ്രാളാണ് കേക്ക് ആക്കിയപ്പോഴത്തേക്കും. ആദ്യമായിട്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വെപ്രാളം അല്ലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കത്തി വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം.
ഇത് നമ്മുടെ എഗ്ഗിലെ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചൂടോടെ കൂടി തന്നെ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്തതുകൊണ്ട് അതിൻ്റെ സൈഡൊക്കെ ഇളകി പോയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. കാണുന്ന മൊഞ്ചല്ല, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക.